എല്ലാവർക്കും ഉണ്ടാകുന്നതാണല്ലേ. അമിതമായി ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുക, എന്നിട്ട് മനസ്സിന് ടെൻഷനാക്കുക. ചിന്തിച്ച് ചിന്തിച്ച് എവിടെ എത്തുകയില്ല. ഇതിനെ നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയും അല്ലേ. കൂടുതൽ ചിന്തിക്കുക എന്നല്ല, ഒരേ ചിന്തയിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ആ ഒരു ചിന്തയും വെച്ച് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു നേട്ടവുമില്ല. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിങ്ങനെ കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള മൂഡുകൾ വരുന്നത്. അപ്പോഴാണ് നിങ്ങൾ കരുതുന്ന മനസ്സ് നിങ്ങളെ സംരക്ഷിക്കുന്നതെന്നല്ലേ? ഒരിക്കലുമില്ല. ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിച്ചാൽ ഒരു പരിഹാരം കിട്ടും. എന്താണെന്നറിയാമോ? പരിഹാരം തേടുന്ന പ്രശ്നമല്ല, എങ്കിലും മനസ്സിലാക്കേണ്ട ഒരു തോന്നലാണിത്. ഈ അമിതമായി ചിന്തിക്കുന്നത് എങ്ങനെ നിർത്തും എന്ന്. ചിന്തയോട് യുദ്ധം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിന് വേറെ വഴിക്ക് കൊണ്ടുപോകണം. ചിന്തയോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. ചിന്ത അവിടെ തന്നെ നിൽക്കും. നമ്മളാണ് വേറെ വഴിക്ക് പോകേണ്ടത്. എന്നാലേ നമ്മൾക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റൂ. അതിന് ഒരു പേര് കൊടുക്കുക. ചിന്ത തുടങ്ങുമ്പോൾ മനസ്സിൽ പറയുക, ഓ, പഴയ അതേ ചിന്ത വീണ്ടും വന്ന്. അതും പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് എന്ന് പറയുന്നത്, അങ്ങനെ പറയരുത് ഒരിക്കലും. ഒരു ചിന്ത വന്നു പോകുന്നു എന്ന് മാത്രം അങ്ങോട്ട് കരുതുക. അങ്ങനെ ചിന്തിച്ചാൽ, ഒരു ചിന്ത വന്നു പോകുന്നു എന്ന് ചിന്തിച്ചാൽ എന്താകും? നമ്മുടെ ചിന്തയിൽ നിന്ന് ആ ചിന്തയും മാറിപ്പോകും. പിന്നെ പേര് കൊടുത്ത് ഇനി എഴുതി തീർക്കുക. തലയിൽ ഇങ്ങനെ അതും വെച്ച് നടക്കരുത്. ഒരു പേപ്പറിൽ 5 മിനിറ്റ് എന്തൊക്കെയാണ് മനസ്സിലുള്ളത് അതെല്ലാം ഒന്ന് പേപ്പറിൽ എഴുതുക. നമ്മൾ പറയുന്നില്ലേ, വേറൊരാളായിട്ട് ഷെയർ ചെയ്യുമ്പം വിഷമം തീരുന്നു എന്നൊക്കെ. അതുപോലെ ഈ ചിന്തകളെല്ലാം നമ്മൾ എവിടെ ഷെയർ ചെയ്യുമ്പം നമ്മളത് ചിന്തകളും വിഷമങ്ങളും ഒക്കെ കുറയും. ഒരു പേപ്പറിൽ 5 മിനിറ്റ് തോന്നിയ എന്തൊക്കെയാണ് മനസ്സിലുള്ളത് അതേപോലെ എഴുതുക. ആർക്കും കാണിക്കൊന്നും വേണ്ട. എഴുതി കഴിഞ്ഞിട്ട് ചോദിക്കാം, ഇന്ന് എനിക്ക് ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് സ്വയം ചോദിക്കുക. നമ്മളെ ഈ ഓവർ തിങ്കിങ് ഇനിയൊന്നും ആരും നമ്മളെ സഹായിക്കാനൊന്നും വരില്ല. ഇന്ന് എനിക്ക് ഇതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കാം. പറ്റുമെങ്കിൽ ഒരു ചെറിയ കാര്യം മാത്രം എഴുതുക. ചെയ്യാൻ പറ്റും എന്ന് തോന്നിയെങ്കിൽ ആ ചെറിയൊരു കാര്യം മാത്രം എഴുതുക. ഇനി എനിക്കിത് ഇന്ന് ചെയ്യാൻ പറ്റില്ല ഒന്നും എന്നാണെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ ഇത് എന്ന് മനസ്സുകൊണ്ട് അങ്ങോട്ട് വിചാരിക്കാം. 15 മിനിറ്റ് പിന്നെയും മനസ്സിനൊരു സമയം കൊടുക്കുക. എന്നിട്ട് മനസ്സിനോട് പറയാം, ശരി, ഇതിനെക്കുറിച്ച് നമുക്ക് വൈകിട്ട് 7 മണിക്ക് 15 മിനിറ്റ് നന്നായി ചിന്തിക്കാം. അങ്ങനെ എന്നിട്ട് പറയണം. 15 മിനിറ്റ് സമയം കൊടുക്കുക. എന്നിട്ട് മനസ്സിനോട് പറയുക, ഇതിനെക്കുറിച്ച് നമുക്ക് വൈകിട്ട് 7 മണിക്ക് 15 മിനിറ്റ് നമുക്ക് നന്നായി ചിന്തിക്കാമെന്ന്. സമയം എഴുതി വയ്ക്കുക. അതിനു മുമ്പ് ആ ചിന്ത വന്നാൽ ഇപ്പോഴല്ല 7 മണിക്കാണ് എന്ന് മനസ്സിനോട് തന്നെ പറയാം. 7 മണിയാകുമ്പോഴേക്കും പകുതി ചിന്തകൾക്കും ശക്തിയില്ലാതാകും. അതാണ് മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ എന്തായി? മനസ്സിൽ നിന്ന് ആ ചിന്തകളെല്ലാം ഇങ്ങനെ പകുതിയും ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ ശരീരത്തിലേക്ക് തിരിച്ചു വരിക. ഇത്ര നേരം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന മനസ്സ് മാത്രമല്ല, ശരീരമൊന്നും നമുക്ക് ഓർമ്മയില്ല. നമ്മളെപ്പോഴും ഓവർ തിങ്കിങ് ചെയ്യുമ്പം, അമിതമായി ചിന്തിക്കുമ്പം നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നത്? ഭാവിയിലാണ് ജീവിക്കുന്നത്. നമ്മളിങ്ങനെ ഭാവിയിലേക്ക് നോക്കിയിട്ടാണ് ഓരോന്നും ചിന്തിച്ചിങ്ങനെ ഇതാകുന്നത്. പക്ഷേ ശരീരം
ഇപ്പോഴാണുള്ളത്. അതായത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ കൂടെ ശരീരമുണ്ട്. പക്ഷെ നമ്മളെ മനസ്സ് ഭാവിയിലേക്ക് എവിടെയൊക്കെയോ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ചിന്ത കൂടിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? 3 കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്ന, 2 ശബ്ദം, കൈകൊണ്ട് തൊടാൻ പറ്റുന്നൊരു സാധനം. 30 സെക്കൻഡ് കൊണ്ട് മനസ്സ് ഈ മുറിയിലേക്ക് തന്നെ തിരിച്ചു വരും. ചിന്ത കൂടുമ്പോൾ കാണാൻ പറ്റുന്ന 3 കാര്യം, കേൾക്കാൻ പറ്റുന്ന 2 ശബ്ദം, കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു സാധനം. ഇത് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ചിന്ത കൂടുമ്പോൾ കാണാൻ പറ്റുന്ന 3 കാര്യം, കേൾക്കാൻ പറ്റുന്ന 2 ശബ്ദം, കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു സാധനം. ഇത് ശ്രദ്ധിക്കുക. 30 സെക്കൻഡ് കൊണ്ട് മനസ്സ് തിരിച്ചു വരും. ഷുവറാണത്. പൂർണ്ണമായും ശാന്തമായൊരു മനസ്സ് നമുക്ക് വേണ്ട. മനസ്സ് സംസാരിക്കുമ്പോഴെല്ലാം നമ്മളതിൻ്റെ പുറകെ പോകാതിരുന്നാൽ മതി. ശാന്തമായൊരു മനസ്സ് നമുക്ക് എല്ലാവർക്കും കിട്ടുമൊന്നുമില്ല അല്ലേ? പക്ഷേ കൂടുതൽ ആയിട്ട് ചിന്തകൾ വരുമ്പം നമുക്കതിൻ്റെ പിന്നാലെ പോകണ്ട. ചിലപ്പം കഴിഞ്ഞു പോയതിനെ പറ്റിയാണ് ചില ആൾക്കാർ ചിന്തിക്കുക. ചില ആൾ ഭാവിയിലേക്ക് ചിന്തിക്കും, ചില ആൾ വർത്തമാനം ചിന്തിക്കും, ചില ആൾ കഴിഞ്ഞു പോയതിനെ ഓർത്ത് ചിന്തിക്കും. ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താകും അതിനെ കൊണ്ട്, ഇതൊക്കെയായിരിക്കും ചിന്ത. അതിന് ചേരുന്ന ഒരു ശീലം കൂടി ഞാൻ പറഞ്ഞു തരാം. ശരിക്കും അമിതമായി ചിന്തിക്കുന്നത് മനസ്സിൻ്റെ നിശബ്ദ ശത്രുവും കൂടിയാട്ടോ. എനിക്ക് ഞാൻ ചെയ്തു പോയല്ലോ, ഇനി എന്താ ഇനി ഞാൻ ചെയ്യുക, ഇതൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരണ്ട. എങ്ങനെയാണ് ഈ അമിതമായ ചിന്ത വരുന്നതെന്നറിയാമോ? ആ അമിതമായ ചിന്ത വന്നു കഴിഞ്ഞാൽ അത് ഉറക്കത്തെയും ബാധിക്കും, സന്തോഷത്തെയും ബാധിക്കും. വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ദോഷങ്ങളാണ് ഇതൊക്കെ. എല്ലാ ചിന്തകളും സത്യമല്ല എന്ന് മനസ്സിനോട് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടൊന്നുമില്ല. എല്ലാ ചിന്തകളും സത്യമല്ല എന്ന് മനസ്സിനോട് അങ്ങ് പറയാൻ പറ്റണം. ശ്രമിച്ചാൽ പറ്റും. ശ്രമിക്കണം. എനിക്കാവില്ല എന്ന് വിചാരിക്കരുത്. ശ്രമിച്ചിട്ട് ഓരോ ദിവസവും ശ്രമിച്ചു നോക്ക്. അപ്പം പറ്റും. ഈ ചിന്തകൾ വന്നു പോകുന്നതാണ്, അതിനെ ഞാൻ കാര്യമാക്കണ്ട എന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ ഈ അമിതമായ ചിന്ത വരുന്നതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഓക്കേ.